ഹലോ. റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന 6th ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ആഫ്രോ ഏഷ്യൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ആഫ്രോ ഏഷ്യൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ AARDO. ഓക്കെ, ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് മെയിനായിട്ട് 4 ഓർഗനൈസേഷനുകളെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, IBRD, ദെൻ വേൾഡ് അസംബ്ലി ഫോർ യൂത്ത്, ദെൻ 4th ഓർഗനൈസേഷനാണ് AARDO. നോക്കാം. സോ ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1962, ഈസ് ആൻ ഓട്ടോണമസ് intergovernmental organization. It includes 33 members from African and Asian continent, 17 members from Africa and 14 members from Asia and 2 associate members. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. സോ ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1962. 1962 ഈ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അതായത് ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ നിന്നും ഏകദേശം 14ഓളം രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്ന് ഏകദേശം 17ഓളം രാജ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. മൊത്തത്തിൽ 33 മെമ്പർ കൺട്രീസാണ് ഈ ഓർഗനൈസേഷനകത്ത് വരുന്നത്. ആ 33 കൺട്രീസിൽ 17 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ 14 മെമ്പേഴ്സ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നാണ്. ദെൻ 2 അസോസിയേറ്റ് മെമ്പേഴ്സുമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ദെൻ ഇറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് ദ ഫോർസൈറ്റ്നെസ് ഓഫ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക in recognizing the need for cooperation among the countries in the field of agriculture and rural development. അപ്പം ഏഷ്യൻ ഭൂഖണ്ഡത്തിലെയും അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെയും ഏകദേശം 33ഓളം മെമ്പർ കൺട്രീസാണ് ഈ ഒരു ഓട്ടോണമസ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനായിട്ടുള്ള AARDOയിൽ മെമ്പേഴ്സായിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഭൂഖണ്ഡങ്ങളിലെയും രാജ്യങ്ങളുടെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് അന്നത്തെ ഈ 2 ഭൂഖണ്ഡങ്ങളിലെയും പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലീഡേഴ്സിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് ദ ഫോർസൈറ്റ്നെസ് ഓഫ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെയും പ്രധാനപ്പെട്ട സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തത്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? സോ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഈ ഓർഗനൈസേഷനകത്ത് മെമ്പേഴ്സായിട്ടുള്ള 33 മെമ്പർ കൺട്രീസിലെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തു വരുന്നത്. നോക്കാം. സോ ഇറ്റ് ആൾസോ കൊളാബറേറ്റ് വിത്ത് വേരിയസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അതോടൊപ്പം ഈ ഒരു ഓർഗനൈസേഷൻ ഓട്ടോണമസ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനായിട്ടുള്ള AARDO അതോടൊപ്പം ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒത്തിരി ഓർഗനൈസേഷനുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ഓർഗനൈസേഷനുമായിട്ടാണ് ഇത് സഹകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ വരുന്നത് FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനാണ്. FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ദെൻ IFAO, ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ദെൻ UNESCO, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ദെൻ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ദെൻ ICA, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇത്തരത്തിലുള്ള 5ഓളം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് AARDO പ്രവർത്തിച്ചിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് ആൾസോ കൊളാബറേറ്റ് വിത്ത് വേരിയസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഏതൊക്കെ ഓർഗനൈസേഷനുമായിട്ടാണ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ടാണ് AARDO സഹകരിച്ച് പ്രവർത്തിച്ചു പോയിരുന്നത്? FAO, IFAO, UNESCO, UNDP, ICA. Then
പിന്നീട് AARDOയുടെ ഗോൾ എന്താണ്? നമ്മുടെ ടെസ്റ്റിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് AARDOയുടെ ഗോൾ എന്നുള്ളത്. ഓക്കെ, സോ ദ ഗോൾ ഓഫ് AARDO ഈസ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പർ കൺട്രീസ്. അപ്പോൾ ഇതിനകത്ത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുമായിട്ട് ഏകദേശം 33 മെമ്പേഴ്സ് ഓർഗനൈസേഷൻ ഇതിനകത്തുണ്ടായിരുന്നു. ഈ 33 മെമ്പർ കൺട്രീസിൻ്റെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഗോളായിട്ട് പറയുന്നത്. എന്താണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇറ്റ് മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത്? സസ്റ്റൈനബിൾ മീൻസ് സുസ്ഥിരമായിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഈ രാജ്യങ്ങളുടെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഗോളായിട്ട് പറയുന്നത്. ദെൻ ഗോൾ കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന അതിൻ്റെ വിഷനാണ്. വിഷനും വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ടെസ്റ്റിനകത്ത് പറയുന്നുണ്ട്. സോ ദ വിഷൻ ഓഫ് AARDO ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ റൂറൽ പീപ്പിൾ ഇൻ ദ ആഫ്രോ ഏഷ്യൻ മെമ്പർ കൺട്രീസ് ഓഫ് AARDO. AARDOയിൽ മെമ്പേഴ്സായിട്ടുള്ള ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ നിന്നും ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്നുമുള്ള 33 രാജ്യങ്ങളുടെ അതിലുള്ള ആളുകളുടെ റൂറൽ പീപ്പിൾസിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തുക. സോ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഓർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വിഷനായിട്ട് പറയുന്നത്. ഓക്കെ, ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ റൂറൽ പീപ്പിൾ. ഈ 2 കോണ്ടിനെൻറ്റിൽ നിന്നുള്ള മെമ്പർ കൺട്രീസിലെ ജനങ്ങളുടെ റൂറൽ പീപ്പിൾസിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്ന അതിൻ്റെ മിഷനാണ്. സോ ദ മിഷൻ ഓഫ് AARDO ഈസ് ടു റീസ്ട്രക്ചർ ദ റൂറൽ സൊസൈറ്റീസ് ആൻഡ് ടു റീകൺസ്ട്രക്ട് ദ എക്കോണമി ഓഫ് ദ റൂറൽ പീപ്പിൾ ഓഫ് ആഫ്രോ ഏഷ്യൻ കൺട്രീസ്. ആഫ്രോ ഏഷ്യൻ കൺട്രീസിലെ ആളുകളുടെ എക്കണോമിക് സ്റ്റാറ്റസ്, എക്കണോമിക് കണ്ടീഷൻ റീസ്ട്രക്ചറിങ് നടത്തുക. അതുപോലെ തന്നെ റീസ്ട്രക്ചർ ദ റൂറൽ സൊസൈറ്റീസാണ് റീസ്ട്രക്ചർ ദ റൂറൽ സൊസൈറ്റി, നിലവിലുള്ള റൂറൽ സൊസൈറ്റീസിൻ്റെ റീസ്ട്രക്ചർ നടത്തുക. അതുപോലെ തന്നെ റീകൺസ്ട്രക്ട് ദ എക്കോണമി, അവരുടെ എക്കോണമി എന്ത് ചെയ്യുക? റീകൺസ്ട്രക്റ്റ് ചെയ്യുക. ഓക്കെ, റൂറൽ പീപ്പിൾസിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മിഷനായിട്ട് പറയുന്ന 2 കാര്യമാണ്. റീസ്ട്രക്ചർ ദ റൂറൽ സൊസൈറ്റി ആൻഡ് റീകൺസ്ട്രക്ട് ദ എക്കോണമി ഓഫ് റൂറൽ പീപ്പിൾ. റൂറൽ പീപ്പിൾസിൻ്റെ എക്കോണമി റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും റൂറൽ സൊസൈറ്റീസിൻ്റെ റീകൺസ്ട്രക്ഷനുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഇതാണ് മിഷൻ. അപ്പോൾ 3 കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിക്കണം. വിഷൻ, മിഷൻ ആൻഡ് ഗോൾ. ഓക്കെ, അപ്പം ഗോൾ എന്തായിരുന്നു? സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ദെൻ വിഷൻ എന്തായിരുന്നു? ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ റൂറൽ പീപ്പിൾ. ദെൻ മിഷൻ ടു റീകൺസ്ട്രക്ട് ദ റൂറൽ സൊസൈറ്റി ആൻഡ് ടു restructure the rural society and reconstruct the economy of rural people. Okay, vision, mission and goal. Then ഇനി നമുക്ക് പറയുന്നത് സോ ദ ഏരിയ ഓഫ് കൺസേൺ. ഈ ഒരു ആഫ്രോ ഏഷ്യൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഏരിയ ഓഫ് കൺസേൺ, ഇതിൻ്റെ പ്രവർത്തന മേഖലയാണ്. ഇത്തരത്തിലുള്ള ഒരു നോൺ ഗവൺമെൻറ്റൽ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണ്? സ്പെസിഫിക് ആയിട്ട് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന മേഖലകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, അതിനകത്തൊന്ന് പറയുന്നത് പോവർട്ടി ഇറാഡിക്കേഷനാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിക്കവാറും ആഫ്രിക്കൻ കൺട്രീസ് എല്ലാം നമുക്കറിയാം പാവപ്പെട്ട രാജ്യങ്ങളാണ്, പട്ടിണി രാജ്യങ്ങളാണ്. അപ്പോൾ പോവർട്ടി ഇറാഡിക്കേഷൻ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല ഇവരുടെ. ദെൻ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്, സുസ്ഥിരമായിട്ടുള്ള ഒരു കാർഷിക മേഖലയുടെ വികസനം എന്നുള്ളതാണ്. ദെൻ തേർഡ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, റൂറൽ ഡെവലപ്മെൻറ്റ്, ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. ദെൻ മറ്റൊന്ന് വിമൺ എംപവർമെൻറ്റ്, വിമൺസിൻ്റെ എംപവർമെൻ്റ് ആണ് മറ്റൊരു കാര്യം. ദെൻ ഡീസെൻട്രലൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്, ഇതാണ് 5th പറയുന്നത്. ദെൻ 6th environment and climate change in the context of rural development. Okay, environment and climate change in the context of rural development. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട 6 പ്രവർത്തന മേഖലയായിട്ട് പറയുന്നത്. പോവർട്ടി ഇറാഡിക്കേഷൻ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ദെൻ വിമൺ എംപവർമെൻറ്റ്, ഡീസെൻട്രലൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്,
then environment and climate change in the context of rural development. So this is the area of operation. Okay, ആറാമത്തെ എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതാണ് പ്രധാനമായിട്ടും ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷനായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് AARDO. AARDO എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാം. ഫങ്ഷൻസ് ഒരു 6 ഫങ്ഷൻസ് 5 ഫങ്ഷൻ നമുക്കിതിനകത്ത് പറയണം. ഫസ്റ്റ് വൺ, to develop understanding among members for better appreciation of each other's problems and to explore opportunity for collaboration of affairs for sustainable agriculture and rural development. ഇതാണ് ഒന്നാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നത്. ടു ഡെവലപ്പ് അണ്ടർസ്റ്റാൻഡിങ് among members for better appreciation for each other's problem and to explore opportunity for collaboration of affairs for sustainable agriculture and rural development. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇതിൽ മെമ്പേഴ്സായിട്ടുള്ള 33 മെമ്പേഴ്സ് കൺട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ നിന്നായിട്ടും അതുപോലെ തന്നെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്നായിട്ട് ഏകദേശം 33ഓളം മെമ്പേഴ്സ് കൺട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഓരോ രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിന് ശേഷം പരസ്പരം സഹകരിച്ചുകൊണ്ട് അഗ്രികൾച്ചറൽ സെക്ടേഴ്സും റൂറൽ ഡെവലപ്മെൻറ്റൽ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചറൽ സെക്ടേഴ്സും അതുപോലെ തന്നെ റൂറൽ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മെയിനായിട്ട് 2 കാര്യങ്ങളാണ് പറഞ്ഞാൽ, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഈ ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മെമ്പർ കൺട്രീസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം കണ്ടെത്തുകയും അത് പരസ്പരം സഹകരിച്ച് കൊളാബറേറ്റ് ചെയ്ത് പരസ്പരം സഹകരിച്ച് ഈ 2 മേഖലയുടെ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൻ്റെയും അതുപോലെ റൂറൽ ഡെവലപ്മെൻറ്റൽ സെക്ടേഴ്സിൻ്റെയും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസനത്തിന് വേണ്ടി സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. ദെൻ സെക്കൻഡ്, ടു കൊളാബറേറ്റ് വിത്ത് the appropriate international and regional organization for the purpose of taking actions to accelerate agriculture and rural development in the members countries. അപ്പോൾ ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള 33 കൺട്രീസിൻ്റെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് AARDO മറ്റുള്ള ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. അപ്പം ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒത്തിരി ഓർഗനൈസേഷനുമായിട്ട് ഇത് പ്രവർത്തിച്ച് പോകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. യുനെസ്കോ, UNDP, അതുപോലെ തന്നെ ICA, അതുപോലെ തന്നെ IFAO ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുമായിട്ടെല്ലാം ഇത് സഹകരിച്ച് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളുമായിട്ട് സഹകരിച്ച് എന്ത് ചെയ്യും, ഈ രാജ്യങ്ങളിലെ 33 രാജ്യങ്ങളിലെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്സിലറേറ്റ് ചെയ്യാൻ, ത്വരിതപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് പ്രവർത്തിച്ചു പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. തേർഡ്, ടു കണ്ടക്ട് ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ കോൺഫറൻസസ്, സെമിനാർസ്, വർക്ക്ഷോപ്സ് ആൻഡ് മീറ്റിംഗ് ടു ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ചസ് ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസസ് among the member countries and to identify new area of collaboration. മറ്റൊരു കാര്യം പറയുന്നത് ടു കണ്ടക്ട് ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ കോൺഫറൻസസ്, ഇൻ്റർനാഷണൽ ലെവലിലും റീജിയണൽ ലെവലിലും കോൺഫറൻസുകളും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുക. എന്നിട്ട് അത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും സെമിനാറുകളും അതുപോലെ തന്നെ കോൺഫറൻസുകളും കണ്ടക്ട് ചെയ്യുമ്പം അതിനകത്ത് മെമ്പർ കൺട്രീസിനെല്ലാം പങ്കെടുപ്പിക്കുക. അതുപോലെ തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ന്യൂ ഐഡിയാസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസസ് എക്സ്ചേഞ്ച് ചെയ്യുക. അതിലൂടെ ന്യൂ ഏരിയ ഓഫ് കൊളാബറേഷൻ, ഇത്തരത്തിലുള്ള ഈ 33 രാജ്യങ്ങൾ ഏതെല്ലാം മേഖലയിലാണ് വീണ്ടും സഹകരിച്ച് മുന്നോട്ട് പ്രവർത്തിച്ച് പോവേണ്ടത് എന്നും കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റൽ സെക്ടറുമായി ബന്ധപ്പെട്ട സെമിനാറുകളും കോൺഫറൻസുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ കണ്ടക്ട് ചെയ്യും. അതിലൂടെ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളിലും സെമിനാറുകളിലും കോൺഫറൻസുകളിലും അവരുടേതായിട്ടുള്ള ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള പുതിയ ഐഡിയാസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യും. ആ ഐഡിയയിൽ നിന്ന് ഏതെല്ലാം മേഖലയിലാണ് ഇനിയും നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്, സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഓരോ രാജ്യങ്ങളും എന്ന് കണ്ടെത്തും. അങ്ങനെ അവരെന്ത് ചെയ്യും, പുതിയ ഐഡിയാസും സഹകരണങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ഫംഗ്ഷനായിട്ട് പറയുന്നത്. ദെൻ ഫോർത്ത്, to provide technical and financial support its member countries to undertake pilot project for experimentation.
ഏറ്റവും പൈലറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടും ടു പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്സ് ടു മെമ്പർ കൺട്രീസിന് എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യലായിട്ടും ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട്സുകളും മറ്റും പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഫിഫ്ത്ത്, ടു ഓർഗനൈസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ conduct of international and regional training programs to strengthen the institutional capacity of Afro-Asian member countries in sustainable agricultural and rural development. അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൻ്റെയും റൂറൽ ഡെവലപ്മെൻറ്റൽ സെക്ടേഴ്സിൻ്റെയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ മെമ്പർ കൺട്രീസ്, ഇതിനകത്തുള്ള 33 മെമ്പർ കൺട്രീസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റീജിയണൽ ലെവലിലും നാഷണൽ ലെവലിലുമുള്ള സെമിനാർ പ്രോഗ്രാമുകളും മറ്റുമൊക്കെ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒക്കെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ ടു ഓർഗനൈസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ടു കണ്ടക്ട് ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ ട്രെയിനിങ് പ്രോഗ്രാം, ഇൻ്റർനാഷണൽ ലെവലിലും റീജിയണൽ ലെവലിലും ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള 33 രാജ്യങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനാണ്. എന്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി? റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളുമൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് 5 ഫങ്ഷനായിട്ട് AARDOയുടെ ഇത് പറയുന്നത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റീസ് ഓഫ് AARDO എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്? ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഇൻസെക്യൂരിറ്റി ഇല്ലാതാക്കുക, ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, പോവർട്ടി ഇറാഡിക്കേഷൻ നടത്തുക. ഓക്കെ, പോവർട്ടി ഇറാഡിക്കേഷൻ മീൻസ് എന്താ? പട്ടിണി തുടച്ചു മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റൊന്ന് വിമൺ എംപവർമെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. വിമൺസിൻ്റെ എംപവർമെൻറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ആണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ റിഫോം ആൻഡ് റീസ്ട്രക്ചറിങ് റൂറൽ പോവർട്ടി സൊസൈറ്റി ആൻഡ് എക്കോണമി. റൂറൽ സെക്ടേഴ്സിൻ്റെ അഗ്രികൾച്ചറൽ സെക്ടേഴ്സുമാണ് ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റൂറൽ സെക്ടേഴ്സിലുള്ള പോവർട്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സൊസൈറ്റിയെ റീഫോം ചെയ്യുന്നതിനും റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്കോണമിയെ റീഫോം ചെയ്യുന്നതിനും റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക. ദെൻ ഫോർത്ത്, ഇൻക്രീസിങ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ ഫാമിംഗ് സെക്ടേഴ്സിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻക്രീസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ഫിഫ്ത്ത്, എൻകറേജിങ് ബെറ്റർ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ് ആൻഡ് ഡാറ്റ ജനറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഈ കാര്യങ്ങൾ, അതായത് ടെക്നോളജീസിൻ്റെ, അതുപോലെ തന്നെ ഡാറ്റ ജനറേഷൻ ആക്ടിവിറ്റി, അതുപോലെ തന്നെ മാനേജ്മെൻറ്റൽ ആക്ടിവിറ്റി, ഇതിൻ്റെ എൻകറേജിങ് ബെറ്റർ യൂസ്, ഇതിൻ്റെ ബെറ്റർ യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്രോപ്രിയേറ്റ് ടെക്നോളജീസിൻ്റെ, ഏറ്റവും ഉചിതമായിട്ടുള്ള ടെക്നോളജീസിൻ്റെ ബെറ്റർ യൂസിന് എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ ഡാറ്റ ജനറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ സിക്സ്ത്, കൊളാബറേഷൻ ഇൻ റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ സർവീസസ്. റിസർച്ച് ആക്ടിവിറ്റി, എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി, ഇതുമായി കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഈ 33 കൺട്രീസ് ഇത്തരത്തിലുള്ള റിസർച്ച് ആക്ടിവിറ്റി, എക്സ്റ്റൻഷൻ സർവീസ് ആക്ടിവിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇതാണ് 6 ആക്ടിവിറ്റീസ് ഓഫ് AARDO. ദെൻ സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിച്ചു പോകുന്നതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് വേണം. ഓക്കെ, പണം വേണ്ടേ? സോഴ്സസ് ഓഫ് ഫിനാൻസ്, എവിടെ നിന്നൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള പണം കിട്ടുന്നത് എന്നുള്ളതാണ്. ആനുവൽ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പർ കൺട്രീസ്. ഇതിനകത്ത് 33 മെമ്പർ കൺട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുമായിട്ട് 33 മെമ്പർ കൺട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവരിൽ നിന്നുള്ള ആനുവൽ സബ്സ്ക്രിപ്ഷൻ, ഓരോ മെമ്പറും ഓരോ വർഷവും ഒരു കൃത്യമായിട്ടുള്ള ഒരു വരിസംഖ്യ ഇതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. അതാണ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, ആനുവൽ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ഇൻകം. ബിസൈഡ്സ്, അതിന് പുറമെ എന്തുകൊണ്ട്? ദ മെമ്പർഷിപ്പ് കോൺട്രിബ്യൂഷൻ. ഈ മെമ്പർഷിപ്പ് കോൺട്രിബ്യൂഷന് പുറമെ ദ ഗവൺമെൻറ് ഓഫ് വേരിയസ് കൺട്രീസ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ദ ടെക്നിക്കൽ പ്രോഗ്രാംസ്. അതിന് പുറമെ ഈ ടെക്നിക്കൽ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വ്യത്യസ്ത രാജ്യങ്ങൾ ആവശ്യമായിട്ടുള്ള സഹായം AARDOക്ക് അഡീഷണലായിട്ട് നൽകുന്നുണ്ട്. ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഡെപ്യൂട്ടേഷൻ ഓഫ് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ ഡെപ്യൂട്ടേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്ത രാജ്യങ്ങൾ ഇതിന് പുറമെ മെമ്പർഷിപ്പ്
സബ്സ്ക്രിപ്ഷന് പുറമെ മറ്റുള്ള കോൺട്രിബ്യൂഷൻസും നൽകുന്നുണ്ട്. അപ്പോൾ അതും അവരുടെ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഓക്കെ, സോഴ്സസ് ഓഫ് ഫിനാൻസ് ഈ രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം, അതുപോലെ തന്നെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ, മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ദെൻ ഇതിന് പുറമെ ഇത് രണ്ട് ഭൂഖണ്ഡങ്ങളിലായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ നിന്നായിട്ട് 33 രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എഫിഷ്യൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6 റീജിയണൽ ഓഫീസുകളുണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ റീജിയണൽ ഓഫീസസ് എന്നാണ്? ദ 6 റീജിയണൽ ഓഫീസസ് ഓഫ് AARDO. AARDOക്ക് 6 റീജിയണൽ ഓഫീസുകളുണ്ട്. ഫസ്റ്റ് വൺ റീജിയണൽ ഓഫീസ് ഫോർ മിഡിൽ ഈസ്റ്റ്, ദെൻ സെക്കൻഡ് റീജിയണൽ ഓഫീസ് ഫോർ ഫാർ ഈസ്റ്റ്, then regional office for South and Central Asia, then regional office for West Africa, then regional office for South Africa, then regional office for North and Central Africa. ഇത്രയും 6 റീജിയണൽ ഓഫീസുകളായിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. റീജിയണൽ ഓഫീസ് ഫോർ മിഡിൽ ഈസ്റ്റ്, ദെൻ റീജിയണൽ ഓഫീസ് ഫോർ ഫാർ ഈസ്റ്റ്, then regional office for South and Central Asia, then regional office for West Africa, then regional office for South Africa, then regional office for North and Central Africa. ഇതാണ് ഇവരുടെ 6 റീജിയണൽ ഓഫീസുകൾ. then the main objectives for establishing the regional offices are. ഇത്തരത്തിൽ 6 റീജിയണൽ ഓഫീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള 6 റീജിയണൽ ഓഫീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് AARDO ഇൻ ദ മെമ്പർ കൺട്രീസ് ഓഫ് ദ റീജിയൻ. ഈ റീജിയനിൽപ്പെട്ട മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള 33 മെമ്പർ കൺട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ എന്താണ് പ്രൊമോഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഏതൊക്കെ മേഖലയിലാണ്? അത് ഒന്ന് അഗ്രികൾച്ചറൽ സെക്ടറാണ്, മറ്റൊന്ന് റൂറൽ ഡെവലപ്മെൻറ്റ് സെക്ടറാണ്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ, ഈ മെമ്പർ കൺട്രീസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട ഈ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ റീജിയണൽ ഓഫീസിൻ്റെ ഒബ്ജക്റ്റീവ്. 2, എൻറോളിംഗ് ദ ന്യൂ മെമ്പേഴ്സ് ഓഫ് AARDO ഫ്രം അമംഗ് ദോസ് കൺട്രീസ് ഓഫ് ദ റീജിയൻ വിച്ച് ഹാവ് നോട്ട് യെറ്റ് ജോയിൻഡ്. ഇതുവരെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ലാത്ത ഈ 2 കോണ്ടിനെൻറ്റിൽപ്പെട്ട 2 ഭൂഖണ്ഡങ്ങളിൽപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ പുതിയ മെമ്പേഴ്സിനെ അതിനകത്ത് എൻറോൾ ചെയ്യിക്കുക, അതിനകത്ത് ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് മറ്റൊരു റീജിയണൽ ഓഫീസിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. 3, അസൈനിങ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് അപ്രൂവ്ഡ് വർക്ക് പ്രോഗ്രാംസ് ഇൻക്ലൂഡിങ് ഓർഗനൈസേഷൻ ഓഫ് സെമിനാർ, അതുപോലെ തന്നെ വർക്ക്ഷോപ്സ്, കോൺഫറൻസുകൾ, അതുപോലെ തന്നെ ഇൻ ദ കൺട്രീസ് ഓഫ് ദ റീജിയൻ. ഈ റീജിയനിൽപ്പെട്ട രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, കോൺഫറൻസുകൾ ഒക്കെ കണ്ടക്ട് ചെയ്യുക. അതായത് റീജിയനിൽ പെട്ട ആളുകൾക്ക് അസൈനിങ് ദ എക്സിക്യൂഷൻ ഓഫ് അപ്രൂവ്ഡ് വർക്ക് പ്രോഗ്രാംസ്, ഈ AARDOയുടെ കീഴിൽ നടത്തുന്ന സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, കോൺഫറൻസുകൾ, ഇതെല്ലാം എല്ലാ റീജിയനകത്തും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ. Then identify the problems area of the countries of the region and submitting recommendation to the headquarters of AARDO for implementation of the project for conducting studies in the countries of the region. അതായത് റീജിയനിൽപ്പെട്ട മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയും അത് കണ്ടെത്തുകയും ആ വിവരം ആരെ അറിയിക്കണം, അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള AARDOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഹെഡ്ക്വാർട്ടേഴ്സിനെ കൃത്യമായിട്ടും വിവരം അറിയിക്കുകയും സബ്മിറ്റിംഗ് റെക്കമെൻഡേഷൻസ് എന്നാണ്, ഹെഡ്ക്വാർട്ടേഴ്സിനെ ആ കാര്യങ്ങൾ അറിയിക്കുകയും അതിനാവശ്യമായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലുള്ള രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഏഷ്യൻ കോണ്ടിനെൻറ്റിലുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്ത റീജിയനിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാത് റീജിയനിലുള്ള കൺട്രീസ് അഗ്രികൾച്ചർ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ടും റൂറൽ ഡെവലപ്മെൻറ്റ് സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയുണ്ടെന്ന് കണ്ടെത്തുകയും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷൻ ഹെഡ് ഓഫീസിനെ അറിയിക്കുകയും അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കുകയും ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് representing AARDO at national and international meetings, seminars, conference and workshop. ഓക്കെ, AARDOയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും നടത്തുന്ന സെമിനാറുകൾ, കോൺഫറൻസുകൾ, വർക്ക്ഷോപ്പുകൾ, ഇതിനകത്തൊക്കെ
AARDOയെ റെപ്രസെൻ്റ് ചെയ്ത് റീജിയണൽ ഓഫീസുകൾ ഒരു പക്ഷേ പങ്കെടുക്കേണ്ട വരാം. ഓക്കെ, അപ്പോൾ AARDOയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലിലും കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങുകൾ, സെമിനാറുകൾ, കോൺഫറൻസുകൾ, വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് AARDO എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കമ്പാരിറ്റീവ്ലി ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള 4 ഓർഗനൈസേഷനുകളുണ്ട്. ഈ 4 ഓർഗനൈസേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് AARDO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ IBRD വേൾഡ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞു. വേൾഡ് അസംബ്ലി ഫോർ യൂത്ത് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് AARDO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. ഇത്രയാണ് 6ാമത്തെ ചാപ്റ്ററുള്ളത്. 4 ഓർഗനൈസേഷനാണ്. ഓക്കെ, റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് 4 ഓർഗനൈസേഷൻ. അതിനകത്ത് കമ്പാരറ്റീവ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യനിൽ ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടാണ് ഈ AARDO എന്നുള്ളത്. അതുകൊണ്ട് ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കമ്പാരറ്റീവ്ലി മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഓർഗനൈസേഷനാണ് AARDO. അപ്പോൾ കൃത്യമായിട്ടും പഠിക്കുക. അതിനകത്ത് നമ്മൾ എന്താണിതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ കൊളാബറേറ്റ് ചെയ്ത് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ദെൻ ഗോൾ, മിഷൻ, വിഷൻ, അതുപോലെ തന്നെ ഏരിയ ഓഫ് കൺസേൺ, ദെൻ ഫങ്ഷൻസ്, then activities, then source of finance, then regional officers-ൻ്റെ ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആകെ ഒരൊറ്റ ചാപ്റ്ററേ നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടതുള്ളൂ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ആഫ്രിക്കൻ കൺട്രീസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.